എന്നാലും ഓള് ചെയ്തത് കണ്ടില്ലേ? ഏന്നു എന്തെങ്കിലും പെറുപെറുത്ത് തന്നെ. പടച്ചോനെ വാവ ഇജ്ജായിരുന്നു. ഇജ്ജ് കൊറേ നേരമായി ആ ഞാൻ കൊറേ നേരമായി കുഞ്ഞാപ്പിന് അത് ഓനെ കാണാനില്ല. കാണാനില്ല. ആ കക്കൂസി നോക്കിയേച്ചി. ഇല്ല അങ്ങോട്ട് പോയിട്ടില്ല. ഒരു മണിക്കൂറെ കക്കൂസി തന്നെ ആവും. അല്ല എവിടുന്നാ വരുന്നേ? എന്നോട് പറയണ്ടേ മോനെ, ഞാൻ വരുമ്പോളേ ഇവളോടെ കേറിയതാണ്. ഞാന് ജമീലാന്റെ കൂടെ കേറിയതാണ്. ഞാൻ പറഞ്ഞു മാങ്ങന്റെ കൊലകൊലായിട്ട് നിക്കണേ, ഒരു 2 മാങ്ങന്റെ പൊട്ടിച്ചാടി പറയാറിഞ്ഞപ്പോ ഓള് കൃത്യമായിട്ട് 2 മാങ്ങന്നെ പൊടിച്ചു തന്നത്. ചെറിയ മാങ്ങി ഒരു വലിയ മാങ്ങി. എന്നോട് പറയാന് എങ്ങനെ കഴിഞ്ഞ ആൾക്കാരാന്നറിയോ? ഇപ്പൊ ഓള് വലിയ പത്രാസുകാരിയായി. വെക്കാരി അരി ഇവിടുന്നാണ് കൊണ്ടുപോയത്. ഇപ്പൊ ഓൾക്ക് അതൊന്നും ഇല്ല. ഞാൻ ഒന്നാള് പറഞ്ഞു 6 മണിക്കൊക്കെ വന്നതാണ് വല്യമ്മ എന്റെ അമ്മ എന്നൊക്കെ പറഞ്ഞപ്പോ ഓൾക്ക് അത് ഇഷ്ടപ്പെട്ടു. ഓള് പറയാ താത്ത നിങ്ങളാ കാര്യം ഇപ്പൊ പറയണ്ടട്ടാ. ആ കഴിഞ്ഞ കാര്യം ഒന്നും ഇപ്പൊ പറയണ്ട, ഞങ്ങൾക്ക് വസലാണ് കേൾക്കണത്. കഴിഞ്ഞ കാര്യം അവർക്ക് വസലാത്രേ. ഞാനിപ്പോ 2 മാങ്ങ തന്നോണ്ട് കൂട്ടം പറയല്ല. നമ്മള് കഴിഞ്ഞ കാര്യൊക്കെ ഒന്ന് ഓർക്കണ്ടേ? പടച്ചോനാണ് വലുത്. പടച്ചോൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലേ വലിയോനെ ചെറിയാനാക്കാനും പറ്റും, ചെറിയോനെ വലിയാനാക്കാനും പറ്റും. ഞാൻ ഇന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ്. എത്ര പോരെ മാങ്ങണ്ട അവിടെ. എന്നിട്ട് ഞാൻ പറഞ്ഞപ്പോ 2 മാങ്ങ വേണ്ട കൃത്യമായിട്ട് തന്നിക്കണത്. നിങ്ങളോടല്ലേ ഇഷ്ടം പോലെ മാങ്ങുള്ളത്? ഇവിടെ മാങ്ങണ്ട്. പിന്നെ എന്തിനാ അവിടുന്ന് വാങ്ങണ്? എന്നാലും അവിടുന്ന് കിട്ടിയാൽ 2 മാങ്ങ ആയിക്കോട്ടെ വെച്ചിട്ട് വാങ്ങിയതാടാ വാവാ. അപ്പൊ ഒന്നും ഒഴിവാക്കൂലെന്ന്? അങ്ങനൊന്നും ഇല്ല. ഇപ്പൊ അതൊക്കെ കണ്ണു വെച്ചിക്കണില്ലേ? ഞാൻ കണ്ടിക്കണല്ലോ അവിടെ അതൊക്കെ കഞ്ഞി വെക്കുക. അതൊന്നുമില്ല, ഞാൻ കണ്ടത് പറഞ്ഞു. ഇങ്ങനൊക്കെ പറഞ്ഞ പിന്നെ കഞ്ഞി അത് ഒരാൾക്ക് അങ്ങോട്ട് കൊടുത്തെങ്കിലല്ലേ ഇങ്ങോട്ട് തരുള്ളൂ. ഞാൻ കൊടുക്കലുണ്ടല്ലോ. ഞാൻ കണ്ടിട്ടില്ല. കൊടുക്കലുണ്ട്. ഞാൻ ഈ മാങ്ങന് പ്രത്യേക മാങ്ങാണ്. അത് ചോദിച്ചപ്പോഴാണ് 2 കൃത്യമായി തന്നത്. അതൊക്കെ വല്ലാതെ വിഷമായി. എന്റെ കുഞ്ഞാപ്പൂനോട് പറയണ്ടെങ്കിൽ ഓനക്ക് വിഷമാവും. അതുകൊണ്ട് ഞാൻ തൽക്കാലികം കുഞ്ഞാപ്പൂനോട് പറയണില്ല. ആ ചക്കൻ വേജാറായി നിക്കും. ഞാൻ പോട്ടെന്നാ. അല്ല എനിക്കുന്ന ഇവിടുന്ന് കുറച്ച് മാങ്ങ തരുമോ? എനക്ക് മാങ്ങ വലുതാവട്ടെ അപ്പൊ തരണ്ടി. ശരി, അപ്പൊ അങ്ങനെ ആയല്ലേ? അതേമാതിരി തന്നെ പോലും അതേമാതിരി തന്നെ വലുതാവായിട്ടാവും തരാത്തത്. വലുതാവായിട്ട് എന്നോട് പറഞ്ഞ നിറച്ച് മാങ്ങണ്ടായിമേ. ഓർക്ക് ഇന്നലെ കഴിഞ്ഞതൊന്നും ഒരു ഓർമ്മയില്ല. പെണ്ണുങ്ങൾക്ക് ഇപ്പൊ വലിയ കൊമ്പത്തായില്ലേ. കഷ്ടപ്പെട്ട് ഞാനൊക്കെ എന്നോട് പറയാൻ എങ്ങനെ ജീവിച്ചിരുന്നതാണ് ഈ കോലത്തിലായി. അല്ല ഇപ്പൊ ഓർക്ക് ഓളമ്മയും ഓളെ വല്യമ്മയും ഒക്കെ ഞങ്ങളുടെ നാട് പണിക്ക് കൊയ്ച്ചാനൊക്കെ വന്നതാന്ന് ഓർക്ക് ഇപ്പൊ പറയുമ്പോ ഓൾക്ക് വലിയ കുറവ്. അത് പറയുമ്പോ ഓർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പോട്ടടാ. അല്ല കുഞ്ഞാപ്പു അവിടെ കാണുമ്പോ വന്നാല് ഞാൻ വരന്റെ മുന്നിൽ കുഞ്ഞാപ്പു കാണുന്ന ഞാൻ കൊറേ നേരം വന്നിക്കണേ കക്കൂസി നോക്കാനില്ല. ചെക്കനക്ക് 1 മണിക്കൂർ കക്കൂസി ഇരിക്കേണ്ടി വരൂ. അല്ലെങ്കിൽ ഇച്ചെന്തിനാണ് ഓനെങ്ങനെ ശല്യം ചെയ്യുന്നത്? അല്ല ഞാൻ വേറൊരു പണിന്റെ കാര്യം പറയാനാ. പണിയുടെ കാര്യമാണ്. പ്രധാന കുട്ടിക്ക് പുണ്യം കിട്ടും. മോനെ ഒരു കാര്യം ചെയ്യും. മോനല്ലേ പണിക്ക് കൊണ്ടാവൂ. ആയിക്കോട്ടെ, ഞാനേ അവിടെ ഉണ്ടോന്ന് പോയോക്കട്ടെ. പിന്നാലാണ്ട് വരാം. ആയിക്കോട്ടെ. എന്ത് പണി കൊടുക്കാനാണ്? ഓനെ ഒരു പണിക്കും പോകില്ല. അങ്ങനെ വഷളായി നടക്കാന്നല്ലാതെ എന്താ ചെയ്യ? കേറില്ലല്ലോ. കേറില്ലല്ലോ. ഞാനോട് കയറട്ടാ. അതുകൊണ്ട് വരും. ഇല്ല താത്ത, ഞാൻ കേറുന്നില്ല. കുഞ്ഞാപ്പിനൊന്നുകൊണ്ട് വിളിക്കുവോ? എന്താണ് വെള്ളിന്റെ ബാബാ? അനക്ക് ഞാൻ പഞ്ചാര ഇട്ടിട്ടേ വെള്ളം കലക്കിട്ട് തരാന്നൊക്കെ ഉണ്ട്. പക്ഷെ പഞ്ചാര കഴിഞ്ഞിക്കണ്. ഇല്ല, അതുകൊണ്ടാണ് കേട്ടാ. എല്ലാത്തതൊക്കെ വെള്ളമൊന്നും വേണ്ട. പച്ചവെള്ളം കുടിച്ചോടുന്ന ഒന്നും വേണ്ട. ഒന്നും വേണ്ടേക്കാരല്ലേ? അല്ല പഞ്ചാര കഴിഞ്ഞെന്നല്ലേ പറഞ്ഞേ. പച്ചവെള്ളം വെറുതെ വെള്ളം കുടിക്കാച്ചിട്ടാണ്. പൈപ്പിന് വെള്ളം മനസ്സിലെങ്കിൽ താത്ത അവിടെ പോയിട്ട് വെള്ളം കൊണ്ടുവരണോ? വേണ്ട. ഇപ്പൊ താത്താക്ക് ബുദ്ധിമുട്ടാവും. കൊണ്ടുവരില്ലല്ലോ. ഇല്ല ഇപ്പൊ വേണ്ട. അല്ല താത്ത, ഞാൻ ഇവിടെ നിക്കണം. കുഞ്ഞാപ്പ ഇപ്പൊ വരുമോ? അല്ല എന്നാലേ അതൊന്ന് വിളിക്കുവോ? വേഗം വരാൻ പറയാം. കുഞ്ഞാപ്പോ
ഇജ്ജ് പറഞ്ഞില്ലേ ഞാൻ കൊറേ നേരമായി നേരത്തോടെ വന്ന് പോയതാണ് ഇജ്ജ് എവിടെയായിരുന്നു? ഇമ്മ പറഞ്ഞു അതെങ്ങനെ വാവാക്ക് വെള്ളം കൊടുക്കാനീ. അല്ലേ? എന്നാ കുടിച്ചെന്നാ. അതെ കുഞ്ഞാപ്പോ ഇതെന്താ മീൻ മണക്കണ്? എനിക്ക് വേണ്ട. മീൻ മണക്കുന്നോ? പിന്നെ മീൻ മണക്കാതെ ഞങ്ങളവിടെ ആടിനൊന്നും ഉണ്ടാക്കലില്ലല്ലോ. മീനല്ലേ ഞങ്ങൾ ഉണ്ടാക്കല്. ജന കുടിച്ചൊക്കെ വേണ്ട. മീനൊക്കെ കുറച്ച് മീൻ മണത്തിട്ട് എന്താടാ ഇത് മീൻ തിന്നൂലേ? അപ്പൊ എനിക്ക് മണന്നില്ലേ? മീൻ കഴുകി വെള്ളം ഗ്ലാസ്സിൽ വെച്ചാ? മീൻ കഴുകിട്ടൊന്നല്ല, നല്ല മീൻ മണുണ്ടല്ലേ. അത് മിഞ്ഞാന്ന് നാളൊക്കെ മീൻ ഉണ്ടായിരുന്നു. അതിന്റെ മണാണ്. ഗ്ലാസ് കഴുകലൊന്നും ഇല്ലല്ലേ? ക്ലാസ് കഴിക്കും. മീൻ മണക്കണ് മീൻ പിന്നെ ഞങ്ങളവിടെ ആടിനൊന്നും മേടിക്കലില്ലല്ലേ മീൻ തന്നെ അല്ലാതെ. ശരി. ഇമ്മ എന്താ കാട്ടുന്നത്? ഇമ്മ അതൊക്കെ ചോറൊക്കെയാണ്. എന്നോട് പറയാനില്ല പാവാ, എനിക്കങ്ങ് വയറ് വേച്ചിട്ട് കക്കൂസിലൊക്കെ പോയി പറഞ്ഞിട്ട്. കക്കൂസിക്കല്ലാതെ വയറ് വേച്ചിട്ട് എടുക്കാൻ പോവാ. അങ്ങനെ ഞാൻ കൊറേ കക്കൂസി ഇരുന്ന് എന്താ ചാണ്ടാ ഇന്നലെ ബിരിയാണി ആയിരുന്നു. ഇമ്മ പണിസ്ഥലത്തുനിന്ന് കൊടുന്ന് ബിരിയാണി. അത് ഞാൻ തിന്ന്. ഇന്ന് രാത്രിയും തിന്ന്. അതന്നെ രാത്രി തിന്ന്. ഇമ്മന്ന് രാവിലെ ഇമ്മ ചൂടാക്കി ഇമ്മ അത് ചൂടാക്കി തിന്നാറിഞ്ഞ് ഇക്കങ്ങ് പഴിച്ചിട്ട് ഞാൻ ചൂടാക്കാതെ തിന്ന്. ചൂടാക്കാതെ തിന്ന്. അതിന് ശേഷം ഭയങ്കര വയറുവേദന, വയറിനിങ്ങനെ പോവാ. ദഹിക്കാനുള്ള സമയം കൊടുക്കായിട്ടാണ് ഇങ്ങനെ ദഹിക്കണ്. ഞാൻ തിന്നല്ലോ. ഈ 2 ദിവസത്തിന് ഒന്നും തിന്നണ്ട. അന്നൊക്കെ ശരിയാവും. 2 ദിവസം തിന്നിട്ടുണ്ട്. ഇത് അസുഖം വേറെ വരാനില്ലേ? ഇന്നല്ലേ ഇനി കുഞ്ഞാപ്പുഞ്ഞ് വയറുവേദന അല്ല. അപ്പൊ ഞാൻ പോവാണ്. ഇനി ഞാനിപ്പോ ഞങ്ങൾക്ക് ഇനി പന്നക്ക് പുറത്ത് തന്നിട്ട് പോകാൻ പറ്റില്ല, വയറുവേദന അല്ലേ. ഞാൻ വേറെ നമുക്കിങ്ങനെ പാടത്തൊക്കെ പോയിട്ട് അവിടെ മീനൊക്കെ വയറുവേദനയൊക്കെ മാറിക്കോളൂ. ഞാൻ ഒന്ന് നാളെ വരണ്ട്. വേണ്ട ഒന്നുകൂടി കക്കസി പോയി വരാം. പോയിക്കോ.